വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഹിസ്ബുള്ളയുടെ നേതാവ് ലോകത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് ലെബനീസ് മാധ്യമങ്ങൾ പറയുന്നത്. ആ വലിയ രീതിയിലുള്ള തിരിച്ചടി മുന്നിൽ കണ്ടുകൊണ്ട് അതൊരു യുദ്ധമായി മാറാനുള്ള സാഹചര്യമുണ്ടെന്ന് ഇസ്രയേലും കണക്കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ അവധിയിൽ പോയ സൈനികരോട് മടങ്ങി എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഇസ്രയേൽ സൈനിക വിന്യാസവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. IDFന്റെ വിവിധ ഡിവിഷനുകൾ വിവിധ ഭാഗത്ത് വിന്യസിച്ചു തുടങ്ങിയിരിക്കുന്നു. കമാൻഡോ വിഭാഗത്തിനും നിർദ്ദേശം നൽകിയതായിട്ടാണ് വൈനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 10,000 മുതൽ 20,000 വരെ സൈനികരുള്ള 98ാം ഡിവിഷൻ സൈനിക വ്യൂഹം അത് ഗാസ മുനമ്പിലായിരുന്നു. അവിടെ നിന്ന് അവരെ പിൻവലിച്ച് ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ ഈ സൈന്യത്തെ വിന്യസിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കാരണം ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വടക്കൻ ഇസ്രയേലിലായിരുന്നു. മുൻകാലങ്ങളിൽ വടക്കൻ ഇസ്രയേൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണങ്ങൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ മുഴുവൻ നടക്കുന്നത് ഇസ്രയേലിൻ്റെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും വലിയ സൈനിക യൂണിറ്റായ 98ാം നമ്പർ ഡിവിഷനെ അങ്ങോട്ടേക്ക് നീക്കിയിരിക്കുന്നത്. ഏതായാലും യുദ്ധസമാനമാണ്. ഏത് നിമിഷവും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് ഈ ഒരു മുന്നൊരുക്കത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.